ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സേഡ് കിച്ചൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇടിയപ്പം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നത്? ചില നാടുകളിൽ നൂൽപ്പെട്ടെന്നും പറയും. എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റായിട്ട് അരിപ്പൊടി, ഉപ്പ്, ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ വെള്ളം ചൂടായി. ഇതിൻ്റെ തട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. ഇതിനകത്ത് മാവ് നിറച്ച് നമ്മൾ കറക്കാൻ പോവുകയാണ്. ഒരു ലെയർ നമ്മൾ പീച്ചി കഴിഞ്ഞ് ഇനി തേങ്ങ ഇടാൻ വേണ്ടി പോവുകയാണ്. ഒരു ലെയർ നമ്മൾ തേങ്ങ ഇട്ടു. ഇനി ഇതിന്റെ മണ്ടയിൽ കൂടെ ഒന്ന് വീശുകയാണ്. ഇനി നമ്മൾ അടുത്ത തട്ട് വെക്കുകയാണ്. അതും നമ്മൾ ഇതുപോലെ ഒരു ലെയർ പീച്ചുകയാണ്. എല്ലാത്തിൻ്റെയും മണ്ടയിൽ തേങ്ങ ഇട്ടു. ഇനി അടുത്ത ലെയർ പീച്ചുകയാണ്. ഇത് നമ്മൾ മൂടി വെച്ച് 7 മിനിറ്റ് ആവി കയറ്റുക. കറി ഉണ്ടാക്കുകയാണ്. ചട്ടി ചൂടായി, കടുക് പൊട്ടിച്ചു, നമ്മൾ കരിയാപ്പല ഇടുകയാണ്. ഇനി നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുകയാണ്. തേങ്ങ ചെറിയ മൂപ്പാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കുക. വെളുത്തുള്ളി ഇഞ്ചി മൂക്കുമ്പോൾ സവാള ഇടുകയാണ്. 2 വലിയ സവാള അരിഞ്ഞതാണ്. അടുത്ത സവാള മൂത്ത് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടെ ചേർക്കുകയാണ്. 2 തക്കാളിയും 3 പച്ചമുളകും. ഫസ്റ്റ് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. 2 സ്പൂൺ മുളക് പൊടി. അടുത്ത മല്ലിപ്പൊടിയാണ്. അടുത്ത ഗരം മസാല ആണ്, 2 സ്പൂണാണ്. അടുത്ത കുരുമുളക് പൊടിയാണ്, അത് 2 സ്പൂണാണ്. അല്പം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച ബീഫ് നമ്മൾ ചേർക്കുകയാണ്. ബീഫ് കുറവാണ്, 1 കിലോയേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം കുറച്ച് ചേർത്തിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി മല്ലിയിലൂടെ ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കി വെക്കാം. നമ്മുടെ ബീഫ് കറിയും ഇടിയപ്പവും തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കാൻ പോവുകയാണ്.